പാർട്ടി പ്രവർത്തനം കേരളം കേന്ദ്രീകരിച്ചാണോ? അല്ല, ഞാനല്ലെങ്കിലും ഇനിയിപ്പോൾ MP അല്ലാത്ത സ്ഥിതിക്ക് ഡൽഹിക്ക് വരേണ്ട ആവശ്യമില്ല. അല്ലെ, തൽക്കാലം 1 വർഷത്തേക്ക് പ്രവർത്തനമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയിട്ട് 2019 സംഭവിച്ചത് വലിയ വിജയം നേടിയെങ്കിലും നിയമസഭയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ പൊതുവെ വരുന്നത് കോൺഗ്രസ് നേതൃത്വം കുറെ കൂടി ശക്തമായ രീതിയിൽ ഇടപെടണമെന്നാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങ് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയാണെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തനം മാറ്റുകയാണെങ്കിൽ കുറെ കൂടി പാർട്ടിക്ക് ഗുണകരമാവില്ലേ അത്? അല്ല, പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ ബോഡി വരെ ഇങ്ങനെ പോട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനും കാര്യങ്ങളെ തീരുമാനിക്കാനും ഒക്കെ ഇല്ലേ ഇനി. ഇപ്പോൾ അടുത്ത ഇലക്ഷനിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പം എൻ്റെ മനസ്സിലേ വന്നിട്ടില്ല. വീട്ടിലേക്ക് വന്നു, പക്ഷേ അവിടെ അങ്ങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വന്നു എന്ന് ഞാൻ ചില ചാനലിൽ കൊണ്ടുപോയി. വന്നോന്ന് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കല്ലോ. വീട്ടിൽ അറിഞ്ഞിട്ടില്ല വിവരം. ഇല്ല, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുമായിരുന്നു ഡൽഹിക്ക് വരികയാണെന്ന്. അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വന്നോന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല. 2 ദിവസമായിട്ട് താങ്കൾ ഡൽഹിക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ സജീവമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിയെ യാത്ര അയച്ചിട്ട് മടങ്ങുമ്പോൾ ഒരു പക്ഷേ ഞാനുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരിക്കാം. കാരണം രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ നിന്ന് വൈകുന്നേരം 7 മണിക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ യാത്ര അയച്ച് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറാൻ വന്നതായിരിക്കും. പക്ഷേ വന്നവരെ ഞാൻ അറിയില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുമായിരുന്നു ഞാൻ സ്ഥലത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു തീർച്ചയായും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കണമെന്നുള്ള സജീവമായിട്ടുള്ള ഒരു ആവശ്യം പലപ്പോഴും ഉയരുന്നുണ്ട് കേരളത്തിൽ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയുടെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം ഒന്നിലേക്കും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. മാഡത്തിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മാഡത്തിന് സമയമുണ്ടെങ്കിൽ കാണും. ശരി, താങ്ക് യു.